മുഹമ്മദ് നബി ചെയ്ത ഒരു നന്മ നിങ്ങൾ പറഞ്ഞു, ഒരെണ്ണം പറഞ്ഞു. ഒരുപാടുണ്ടാവല്ലോ. ഒരെണ്ണം പറയും, ഒരുപാടുണ്ടല്ലോ, ഒരെണ്ണം പറയും. ഈ നബി ജനിച്ച കാലത്തുള്ള ഒരു ജാഹിലിയ കാലഘട്ടം പഠിച്ചിട്ടുണ്ടാവില്ല, അത് വിശ്വസിക്കണ്ടോ? അതൊക്കെ നിങ്ങൾ ഞാൻ നബി ചെയ്ത ഒരു നന്മ നിങ്ങൾ പറയും. ആ ഒരു സമൂഹത്തിനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ശരി, ഒരു നന്മ ഒരു എക്സാമ്പിൾ പറയും. കള്ള് ചരിത്രം നല്ലതല്ല എന്നുള്ളത് അതും ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കിയതാണ്. കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞു. പെൺകുട്ടികൾ ജനിച്ചാല് ഈ കൊന്നു കുഴിച്ചിടുന്ന കാലഘട്ടമായിരുന്നു. സ്ത്രീകൾ വീടിന്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് റസൂലാണെന്നാണ് പഠിച്ചത്. അത് കള്ളക്കഥയാണ്. അതിനെവിടെ തെളിവുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ 4 പെണ്ണ് കെട്ടാൻ മാത്രം ഇത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നത്? മുഹമ്മദ് നബി പഠിപ്പിച്ച മറ്റൊരു 1400 കൊല്ലം കഴിഞ്ഞിട്ട് കള്ളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അന്ന് ജീവിച്ച ആൾക്കാരൊക്കെ അതാ പറയണത്. അതായത് ഈ മുഹമ്മദ് നബി പറയുന്ന പെണ്ണുങ്ങളെ മുഴുവൻ കെട്ടി നടക്കുകയല്ലേ ചെയ്തത്, അവിടെ കൊള്ളയടിക്കുകയും ഈ പറയുന്ന പണിയൊക്കെ ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ പെണ്ണുങ്ങളെ കുഴിച്ചുമൂടരുന്ന് പറയും, എന്നിട്ട് ഇതേ പെണ്ണുങ്ങളെ പിടിച്ച് അടിമയാക്കി. പറയുന്നത് കേൾക്കൂ. ഏതൊക്കെ സാഹചര്യത്തിലാണ് കിട്ടിയെന്നുള്ളത് ഓരോന്നിനും സാഹചര്യം. എന്നാ ഒരു സാഹചര്യം പറയൂ. ആയിഷയെ കെട്ടിയ സാഹചര്യം ഏതാണ്? 6 വയസ്സുകാരി. തന്നെ അവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ ഇതാക്കുന്ന സമയത്ത് പൊതുവെ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കരാർ പ്രകാരം അതിനു മുമ്പ്, അതായത് എനിക്ക് ആളെ പേരെന്നും അറിയില്ല, ആയിഷ ബീവിനെ നബിയായിട്ട് കരാർ ഉറപ്പിക്കുന്നതിന് മുമ്പ് വേറൊരു കരാറുണ്ടായിരുന്നു. അതറിയോ? അതെ, പറയൂ. ഇതൊക്കെ ഒരു 6 വയസ്സുകാരിനെ കെട്ടാനുള്ള ന്യായമാണ് ഈ പറയുന്നത്. റസൂലിനെ കരാറാക്കുന്നതിന് മുമ്പ് വേറൊരു അതാ പറയുന്നത്. അപ്പൊ 6 വയസ്സുകാരിയെ കെട്ടാനുള്ള 6 വയസ്സുകാരിയെ കെട്ടി 9 വയസ്സിൽ പൂശാനുള്ള ന്യായം പറയൂ, കാരണം പറയൂ. 6 വയസ്സ് കിട്ടിയാണ് യുദ്ധ സാഹചര്യത്തിൽ യുദ്ധ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കുട്ടിയെ കെട്ടു. പറയട്ടെ അവിടെ യുദ്ധം ഏത് സമയത്തും കൊല്ലപ്പെടാൻ ഒരു വന്നപ്പോ മോളെ സുരക്ഷിത കൈകൾ ഏൽപ്പിക്കണം ഒരു കരാറുണ്ടാക്കി. അതങ്ങനെ ആയാലെന്താ?